അടുത്തതായിട്ട് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ സമ്മിന്റെ ഓൾജിബ്രായിക് ഫോം ആണ് കണ്ടുപിടിക്കുന്നത്. സമ്മിന്റെ ഓൾജിബ്രായിക് ഫോം ആണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം സാധാരണ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാൻ എല്ലാ ആളുകൾക്കും അറിയാം. എന്താണ് സാധാരണ ഓൾജിബ്രായിക് ഫോം എങ്ങനെ കണ്ടുപിടിക്കാറ്? xn is equal to dn plus f minus d. വെയിറ്റ് d എന്ന സ്ഥലത്ത് എന്ത് എഴുതണം? d എന്ന സ്ഥലത്ത് എന്ത് എഴുതണം? ഇത് സാധാരണ ഓൾജിബ്രായിക് ഫോം എങ്ങനെ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. d എന്ന സ്ഥലത്ത് എന്ത് എഴുതണ്ടേ? പറയണ 2n അല്ലെ. f എന്താണ്? ഇതാണ് f അല്ലെ. 11 മൈനസ് d എന്താണ്? d എന്താണ്? 2 അല്ലെ. സോ ആൻസർ 2n പ്ലസ് 9 എന്ന് കിട്ടും. ഇതാണ് ഓൾജിബ്രായിക് ഫോം. ഇത് എഴുതി കഴിഞ്ഞാൽ എക്സാമിന് മാർക്ക് കിട്ടില്ല. നമ്മൾ ഇവിടെ എന്ത് എഴുതണം? ഓൾജിബ്രായിക് ഫോമിന്റെ എന്ത് എഴുതണം? സമ്മിന്റെ ഓൾജിബ്രായിക് ഫോം എഴുതണം. സോ ഇത് എഴുതാനുള്ള ട്രിക്കാണ് പറഞ്ഞിരുന്നത്. പൊന്നു മക്കളെ, സമ്മിന്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്നറിയോ? എൻ എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. സം എന്ന വേർഡ് ഉണ്ടെങ്കിൽ എസ് യൂസ് ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്നില്ലേ മക്കളെ, വെരി സിമ്പിൾ. എന്നുള്ള സ്ഥലത്ത് എന്ത് കൊടുക്കുക എന്നറിയോ? n × n + 1/2 എന്ന് കൊടുക്കുക. ട്രിക്ക് മനസ്സിലായോ? n എന്ന പ്ലേസിൽ n × n + 1/2 കൊടുക്കുക. ഒറ്റക്ക് നിൽക്കുന്ന ഒരാളുണ്ടാവും കോൺസ്റ്റന്റ്, അയാൾക്ക് ഒരു എന്നും കൊടുക്കുക. ചെയ്യേണ്ട ട്രിക്ക് മനസ്സിലായോ മക്കളെ? ഈ എന്നില്ലേ എന്നിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? n × n + 1/2 എന്ന് കൊടുക്കുക. കോൺസ്റ്റന്റ് ആയിട്ട് ഒരാൾ നിൽക്കൂലേ? അയാളെ കൂടെ ഒരു എന്നും മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ? സോ ഇനി ചെയ്യുന്നത് നേരെ നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് ആരാണ്? ഈ 2ഉം കട്ട് ചെയ്യാം. ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ് അടുത്ത് ചെയ്യുന്നത്. n മൾട്ടിപ്ലൈ ചെയ്തു, n 1 മൾട്ടിപ്ലൈ ചെയ്തു. n × n എന്താണ്? n × n എന്താണ്? n സ്ക്വയർ. n × n എന്താണ്? n സ്ക്വയർ അല്ലേ. n × 1 എന്താണ്? 1n അല്ലേ. n × 1 എന്ന് പറഞ്ഞാൽ 1n. പിന്നെ ഇവിടെ ഒരു 9n ഉണ്ട്. സോ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം 1n-ഉം 9n-ഉം ആഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 1n-ഉം 9n-ഉം ആഡ് ചെയ്താൽ ആൻസർ 10n ആണ്. സിമ്പിൾ അല്ലേ? ഇത് നിങ്ങൾ ഇക്വേഷൻ വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെറുതെ എഴുതി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. ചെയ്യേണ്ട പ്രോസസ് ഇതാണ്. n എന്ന പ്ലേസിൽ n × n + 1/2 കൊടുക്കുന്നു. വെറുതെ ഒരു 9 നിൽക്കുന്നില്ലേ? ആ 9 വെറുതെ ഫ്രീ ആയിട്ട് ഒരു എന്നും കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ ഇത് ഓക്കെയാണോ? ബി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുക. ബി ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. ബി ക്വസ്റ്റ്യൻ ഇതിന്റെ സം എത്രയാണെന്ന് പറഞ്ഞത്? എത്ര ടേംസിന്റെ സമ്മാണ് 600 എന്ന് വെച്ചാല് ഇത് = 600 കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ ഇന്ന് കാണണം. ഇങ്ങനെയാണ് ചെയ്യുക. നേരെ നോക്കിക്കോളൂ. n സ്ക്വയർ പ്ലസ് കൂടെ ചെയ്തോളൂ n സ്ക്വയർ പ്ലസ് 10n എന്ന് പറഞ്ഞാലാണ് 600. ഇത് സോൾവ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന്റെ പേരാണ് എന്ത്? സ്ക്വയർ കംപ്ലീഷൻ. അറിയാത്തവരെ എഴുതി വെച്ചോളൂ. ഇത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡിന്റെ പേരാണ് മക്കളെ സ്ക്വയർ കംപ്ലീഷൻ എന്നാണ് മെത്തേഡിന്റെ പേര്. ഇതിന്റെ പേരാണ് സ്ക്വയർ കംപ്ലീഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. n സ്ക്വയർ അതുപോലെ എഴുതുന്നു, 10n അതുപോലെ എഴുതുന്നു, കുറച്ച് സ്പേസ് വിടുന്നു, 600 എഴുതുന്നു. രണ്ട് സൈഡിലും ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ട നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാന്നറിയോ? എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങളാണെന്ന് വിചാരിച്ചോ, എന്ന് പറഞ്ഞത് ഇയാണെന്ന് വിചാരിക്ക്. അന്റെ പിന്നാലെ ഒരാൾ നടക്കുകയാണെങ്കിൽ
അയാളെ 2 കഷ്ണാക്കണം, ഒരു കഷ്ണം വെളിയിടണം, മറ്റേ കഷ്ണം അപ്പുറത്ത് കൊണ്ടുപോയിടണം. റെഡിയാണോ? ചെയ്യേണ്ട പ്രോസസ്സ് മനസ്സിലായോ? എന്നിന്റെ കൂടെ ഉള്ള ആളെ നേരെ പകുതിയുടെ സ്ക്വയർ 2 സൈഡിലും ആഡ് ചെയ്യണം. അറിയാത്തവരെ എഴുതി വെച്ചോളൂ. ചിലപ്പോ ഇവിടെ എക്സ് ആവും കേട്ടോ, എന്നിന്റെ പകരം എക്സ് ആയിട്ടാവും നോട്ടിൽ ചെയ്ത് തന്നിട്ടുണ്ടാവുക. എന്നിന്റെ കോയിഫിഷ്യന്റ് എന്താണോ വരുന്നത് അതിന് നേരെ ഹാഫ് ആക്കുക, 5 2 സൈഡിലും ആഡ് ചെയ്യുക. സോ അടുത്ത ലൈന് ഇത് ഇങ്ങനെയാണ് എഴുതുക, n+5 ഹോൾ സ്ക്വയർ. ഈ സെൻട്രൽ ഉള്ളത് എഴുതരുത്, n+5 ഹോൾ സ്ക്വയർ. 600ഉം ഇവിടെ ശരിക്ക് 25ആണത് അല്ലെ? 600ഉം 25ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 625. ഇതെങ്ങനെ 625 ആയി മനസ്സിലായോ? എങ്ങനെ 625 ആയത്? 600ഉം 25ഉം സ്ക്വയർ പോകുമ്പോ മറ്റേ സൈഡിൽ എന്ത് വരും? സ്ക്വയർ പോകുമ്പോ മറ്റേ സൈഡിൽ എന്ത് വരും? റൂട്ട്. ഇനി നിങ്ങൾ പഠിച്ചിരിക്കണം 625ന്റെ റൂട്ട് എത്രയാണ്? 25. 625ന്റെ റൂട്ട് 25. ഇതൊന്ന് വേഗം ഒന്ന് എണ്ണി കണ്ടുപിടിച്ച, ഇതൊന്നൊന്ന് വേഗം എണ്ണി കണ്ടുപിടിച്ച എത്രയാണ് എണ്ണി കിട്ടുക? ആ +5 ഇങ്ങോട്ട് വരുമ്പോ എത്രയും -5 ആവും. വാട്ട് ഈസ് n? n എന്ന് പറയുന്നത് എന്ത് കിട്ടും? n എന്ന് പറയുന്നത് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. വെരി സിമ്പിൾ ആയിട്ട് എക്സാമിന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്.